back to our YouTube channel Hustling Honeys. സോ ഇന്ന് നമ്മള് ഒരു വീക്കെൻഡ് ആണ്. ലോങ് വീക്കെൻഡ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് എന്നാലും ഒരു കൈൻഡ് ഓഫ് വീക്കെൻഡ് ആണ്. കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് ട്യൂസ്ഡേ ഒരു ഹോളിഡേ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സാറ്റർഡേ സൺഡേ മൺഡേ വർക്ക് ഉണ്ട്, ട്യൂസ്ഡേ ഹോളിഡേ എന്നുള്ള രീതിയിൽ. ചേച്ചി പോകുന്നില്ല വർക്കിന്, പക്ഷെ എനിക്ക് പോകണം. സോ ചേച്ചി പോകുന്നുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മള് ഇന്ന് വെറുതെ ഒരു 3 മണി മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു ചുമ്മാ ഒരു ഡ്രൈവിന് പോവാന്ന്. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഡണ്ടൻ കാസൽ. അതെ, നമ്മളൊരു ബ്രിജർട്ടൺ വൈബിലോട്ടാണ് നമ്മൾ ഇനി പോവാൻ പോകുന്നത്. ഇപ്പൊ കാണും അതെന്താണെന്ന് ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കും. ബ്രിജർട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ഏൻഷ്യന്റ് കാലത്ത് ബ്രിജർട്ടൺ ഒരു സീരീസ് ആണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മളൊരു കാസിൽ പോലെ, ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് പഴയ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് പഴയ രാജാക്കന്മാരെ പോലുള്ളവരൊക്കെ ജീവിച്ചിരുന്നത് എന്നുള്ളത് കാണുന്ന ഒരു കാസിലാണ്. അത് നമ്മളിപ്പം മ്യൂസിയം പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലെ കൂടെ കയറി കാണുക. ഇപ്പോഴും മൊണാർക്കിയാണ്, അപ്പൊ അങ്ങനെ ഒരു യൂറോപ്യൻ. ഇവര് രണ്ടും കുറെ വട്ടം ഇത് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തേർഡ് ടൈമാണ്. നിച്ചയുടെ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാ പോവാം എന്ന് വിചാരിച്ചു. സോ നമ്മൾ ഇനിയിപ്പം അങ്ങോട്ടാണ് പോയത്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഡണ്ടൻ കാസിലാണ്. നമ്മളിപ്പോ എത്തി. ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത്, ഇവിടുത്തെ ഗാർഡൻ തന്നെ കാണാൻ തന്നെ അടിപൊളിയാണ്. സോ ഇവിടെ ഒത്തിരി നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളുണ്ട്. നമ്മളിനി അങ്ങോട്ട് പോകുമ്പോഴത്തേനും കാണാം. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ആക്ച്വലി നമുക്ക് അങ്ങോട്ട് പോവാം. ആക്ച്വലി നമ്മൾ 3 ടിക്കറ്റ്സ് വാങ്ങിച്ചു. നമുക്ക് 3 പേർക്ക് വേണ്ടിയുള്ള. ഇവിടെ നമുക്ക് പ്രൈസിങ് കാണാൻ പറ്റും. അഡൽറ്റിന് നമ്മൾ $16 ആണ് അഡൽറ്റിന് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള 3 ടിക്കറ്റ്സ് വാങ്ങിച്ചു. അതിൻ്റെ 3 മ്യൂസിയം പാസും കൂടെ ഉണ്ട്. പക്ഷെ അത് ചേച്ചിയുടെ കയ്യിലാണ്. നമുക്ക് ഫ്രീ ആയിട്ട്. അത് പക്ഷേ സെൽഫ് ഗൈഡഡ് ആണ്. ഇത് പക്ഷെ നമുക്ക് ഒരു ടൂർ ഗൈഡ് കാണും ഇത് കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ആ മിലിറ്ററി മ്യൂസിയം നമുക്ക് സെൽഫ് ഗൈഡഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതിഷ്ടമുള്ളപ്പോൾ മ്യൂസിയം അത് എക്സ്പയർ ഒന്നും ആവില്ല എന്നാണ് അവർ പറഞ്ഞത്. മേ ബി നമ്മൾ ടൂർ കഴിഞ്ഞിട്ട് വന്ന് കയറാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പോൾ അതിലോട്ട് പോകണമെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും, ടാനൊക്കെ അടിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടിയത് സ്ലോട്ട് 2 o'clock ഇപ്പോൾ ഓൾമോസ്റ്റ് 1:35 ആയതേ ഉള്ളൂ. ഇനി നമുക്ക് സമയമുണ്ട്. നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ഗിഫ്റ്റ് ഷോപ്പൊക്കെ കയറി കാണാം. അത് കഴിഞ്ഞ് 2 o'clock ആകുമ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ പോയി കഴിയുമ്പോഴത്തേനും നമുക്കൊരു അവർ വരുന്നത് അവരുടെ മറ്റേ ഏൻഷ്യൻ കാലത്തുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടാണ് വരുന്നത്. അപ്പം അതിന് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരും. അപ്പം ഇനി ബാക്കി നമുക്ക് അവിടെ കയറിയിട്ട് കാണാം. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Times don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world but keep the sky on your mind. The historic kitchen garden. So I guess ഇവിടെയാണ് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ. All these spices, then flowers, all the vegetables which they need, everything.
to get from here. So yeah, idan entrance and you can see the huge garden. See? It's the whole garden. സോ ഗൈസ്, ഇതാണ് ഈ കാസലിന്റെ പുറകുവശം. ഇതെന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ സത്യമായിട്ട് ഇതെന്താ. എനിക്കൊന്നിത് ഒണ്ടേരിയോ ലേക്കാണോ എനിക്കറിയില്ല. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ലേക്ക് ഓർ സംതിങ്. പക്ഷെ അത് മൊത്തത്തിൽ ഇങ്ങനെ വൈഡായിട്ട് കിടക്കുകയാണ് ഇവിടെ മൊത്തം. സോ നമുക്ക് എല്ലാ വ്യൂ ഇവിടെ നിന്ന് തന്നെ കാണാം. ഇറ്റ്സ് ലൈക്ക് എ വെരി ഗുഡ് ബ്യൂട്ടിഫുൾ വ്യൂ. സോ ഇത്രയേ ഉള്ളൂ ബേസിക്കലി നമ്മുടെ ഒരു ഡണ്ടൻ കാസിൽ വ്ലോഗ്. So like, hope you guys like this video. So if you like this video, please do like, share and subscribe. Bye.